നവീൻ ബാബുവിന്റെ ഫോൺ സംഭാഷണത്തിന്റെ വിശദവിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളിൽ നിന്നും ശേഖരിച്ചു. ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു, ബന്ധുവായ ഹരീഷ് എന്നിവരിൽ നിന്നാണ് 45 മിനിറ്റ് നീളുന്ന മൊഴിയെടുപ്പ് നടത്തിയത്. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെതിരെ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. കളക്ടർ വൈര്യനിരാധന ബുദ്ധിയോടെയാണ് പെരുമാറിയിരുന്നതെന്നാണ് ഭാര്യ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. കളക്ടർ ആഴ്ചയിൽ ഒരു ദിവസം അവധിയെടുത്ത് നാട്ടിൽ പോയി വരാൻ പോലും അനുവദിച്ചിരുന്നില്ല. കളക്ടറുടെ താൽക്കാലിക ചുമതല നൽകി അവിടെ നിർത്താറാണ് പതിവ്. തൊഴിൽ പീഡനമാണ് കളക്ടർ നടത്തിയതെന്ന് തന്നോട് പറഞ്ഞിരുന്നതായി മഞ്ജുഷ മൊഴി നൽകി. ഈ തരത്തിൽ കളക്ടറുമായി യാതൊരു ബന്ധമോ അടുപ്പമോ ഇല്ലാത്ത കളക്ടറുടെ മുറിയിൽ പോയി തനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ സാധ്യതയില്ലെന്നും അവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നു. കളക്ടർ നൽകിയ മൊഴി കെട്ടിച്ചമച്ചതാണ്. കേസിനെ വഴിതിരിച്ചുവിടാൻ കളക്ടർ ബോധപൂർവം ശ്രമിച്ചുവെന്നും അവർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ടെന്നാണ് സൂചന. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ് കുടുംബാംഗങ്ങൾ ഏകകണ്ഠമായി പറഞ്ഞത്. വിരമിക്കാൻ 7 മാസം ബാക്കി നിൽക്കെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ ജോലി ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏതു സാഹചര്യത്തിലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം ധൃതി പിടിച്ചു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയതിലും ദുരൂഹതകളുണ്ട്. തങ്ങളുടെ സാന്നിധ്യമില്ലാതെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഇതിൽ ദുരൂഹതയുണ്ട്. നവീൻ ബാബു ഒക്ടോബർ 14-ന് യാത്രയറിയിപ്പ് സമ്മേളനം കഴിഞ്ഞ ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് പള്ളിക്കുന്നിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. നവീൻ ബാബു സഞ്ചരിച്ച ഓട്ടോറിക്ഷയിലെ ഡ്രൈവറെ കണ്ടെത്താനോ മൊഴിയെടുക്കാനോ ഇതുവരെ കഴിയാത്തതിലും ദുരൂഹതയുണ്ട്. കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം നവീൻ ബാബു ഇറങ്ങിയതിന്റെ കാരണമോ ദൃശ്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയ പ്രശാന്തിന്റെ ഇടപാടുകളിൽ ദുരൂഹതയുണ്ട്. തുച്ഛ വരുമാനത്തിന് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന പ്രശാന്തിന് എങ്ങനെയാണ് കോടികൾ ചെലവിട്ട് പെട്രോൾ പമ്പ് തുടങ്ങാനാവുകയെന്ന് കുടുംബാംഗങ്ങൾ ചോദിച്ചു. പ്രശാന്തിന് പിന്നിൽ വൻ മാഫിയ സംഘം തന്നെ നിക്ഷേപകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കളക്ടർ അരുൺ കെ വിജയനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയത്. ആത്മഹത്യയെന്ന് പറയുമ്പോഴും നവീൻ ബാബുവിന്റെ മരണം കൊലപാതകം തന്നെയാണെന്നാണ് കുടുംബം സംശയിച്ചിരിക്കുന്നത്. പല കാര്യത്തിലും ഇനിയും വ്യക്തത വരാനുണ്ട്. അതായത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. എന്നാൽ തിരിച്ചു വന്ന ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിലും ദുരൂഹതകളേറുകയാണ്.